Hello friends, welcome to Xeta Tech. ഇന്ന് നമ്മൾ പൈത്തൺ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പേരിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം, ഇൻപുട്ട് എന്താണ്? നമ്മുടെ പ്രോഗ്രാമിനകത്തോട്ട് ഇൻപുട്ട് എലമെന്റ്സ് നമുക്ക് എന്തെങ്കിലും റീഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഇൻപുട്ട് ഫംഗ്ഷനകത്ത് നമ്മളിപ്പോൾ എന്താണ്, ഒരു യൂസറുടെ അടുത്ത് ചോദിക്കുകയാണ് എൻ്റർ എ നമ്പർ അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, പ്രോംപ്റ്റ് മെസ്സേജസും കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പ്രോംപ്റ്റ് മെസ്സേജ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ റീഡ് ചെയ്യാനായിട്ട് ഇൻപുട്ട് ഫംഗ്ഷനെ എഴുതി വെച്ചു. ഞാൻ പ്രോംപ്റ്റ് മെസ്സേജ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഇതിനെ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്താണ് ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നമുക്കറിയാൻ പറ്റില്ല, ഞാൻ എൻ്റെ പേരാണോ അവർ ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്ത് നമ്പേഴ്സ് ആണോ ചോദിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറിയാനായിട്ട് പറ്റുന്നില്ല. ഞാനിപ്പോൾ എന്താണ് Xeta Tech എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് Xeta Tech എന്ന് തന്നെ അപ്പം തന്നെ പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതെന്ത് ചെയ്തിട്ടില്ല, എവിടെയും വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്തും വെച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടീസ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്, നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ രണ്ടാമത്തെ ഇൻപുട്ടിനകത്ത് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, പ്രോംപ്റ്റ് മെസ്സേജസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ച് നമ്മൾ റീഡ് ചെയ്യുന്ന ഇൻപുട്ട് വഴി റീഡ് ചെയ്യുന്നതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നെയിം വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം എന്താ വരുന്നത്, നേരത്തെ ഒരു ബോക്സ് മാത്രം വന്നപ്പോൾ ഇപ്പം എന്ത് വന്നു, വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ടാണ് ബോക്സ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ അവിടെ തന്നെയാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇപ്പം എന്ത് ചെയ്യുന്നില്ല, പ്രിന്റ് ചെയ്യുന്നില്ല. കാര്യം അത് എന്തിലോട്ടാണ് സേവ് ആയത്, നെയിം എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ടാണ് സേവ് ആയത്. നമുക്കിനി അതിനെ പ്രിന്റ് ചെയ്യണം, എനിക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രിന്റ്. പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു, നെയിം എന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്താണ് വന്നത്, നമ്മൾ നേരത്തെ എന്താണോ ഇൻപുട്ട് ഫംഗ്ഷൻ വഴി റീഡ് ചെയ്തത് അതായിരിക്കും പ്രിന്റ് ആവുന്നത്. പിന്നെ ഇത് കുറച്ച് മീനിങ് ആയിട്ട് തോന്നുന്നുണ്ടോ, ഇല്ലല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പ്രിന്റ് നെയിം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, Xeta Tech, അല്ലാതെ ഹലോ Xeta Tech എന്നോ അല്ലെങ്കിൽ മൈ നെയിം ഈസ് Xeta Tech എന്നോ അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടില്ല. സോ ആ ഡിഫിക്കൽട്ടി അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിന്റിൻ്റെ കൂടെ കുറച്ച് മെസ്സേജസ് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഞാൻ എന്താ കൊടുത്തേക്കുന്നത്, പ്രിന്റ് നെയിം എന്ന് കോഡ്സ് ഇല്ലാതെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ കോഡ്സ് ഇട്ടിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ ആയിരിക്കും പ്രിന്റ് ആയി വരുന്നത്. കോഡ്സ് ഇട്ടിട്ട് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, നെയിം എന്ന് തന്നെ ആയിരിക്കും വരുന്നത്. കോഡ്സ് ഇടാതെ കൊടുക്കുമ്പോൾ മാത്രമാണ് എന്ത് വരുന്നത്, അതിൻ്റെ വാല്യൂ പ്രിന്റ് ആവുന്നത്. നമുക്കിപ്പോൾ ആ വാല്യൂവിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു മീനിങ് മൈ നെയിം ഈസ് Xeta Tech അല്ലെങ്കിൽ ഹലോ Xeta Tech എന്നൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം, ഇൻപുട്ട് ഫംഗ്ഷൻ വഴി റീഡ് ചെയ്തു. അതുപോലെ പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് കൊടുത്തു, എന്താണോ അതേപോലെ വരേണ്ടത് അതിനെ ഞാൻ എന്ത് കൊടുത്തു, കോഡ്സിനകത്ത് കൊടുത്തു. എന്നിട്ട് എന്തിൻ്റെ വാല്യൂ ആണോ വരേണ്ടത് അത് കോഡ്സ് ഇല്ലാതെയും കൊടുത്തു. ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് കോമ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് കാണിക്കാം. വാട്ട് ഈസ് യുവർ നെയിം, ഞാൻ എന്ത് കൊടുത്തു, Xeta Tech. അപ്പോൾ എന്താ വന്നേക്കുന്നത്, ഹലോ Xeta Tech എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കസ്റ്റം മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. സോ ഇൻപുട്ട് ഫംഗ്ഷൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. അതിനകത്ത് മെയിനായിട്ട് ഞാനൊരു കാര്യം പറയേണ്ടത്, ഇൻപുട്ട് ഫംഗ്ഷൻ എല്ലായ്പ്പോഴും റീഡ് ചെയ്ത് വെക്കുന്നതും അതിനെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന സ്ട്രിങ് ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരാൻ സാധ്യതയുണ്ട്. കാര്യം എല്ലാം നമ്മളിപ്പോൾ നമ്പർ കൊടുത്താൽ കൂടെ അത് എങ്ങനെയായിരിക്കും റീഡ് ചെയ്യുന്നത്, സ്ട്രിങ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട കാര്യം വരുന്നത്. കൺവേർഷനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ പ്രിന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ ഹലോ Xeta Tech ഒരു എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്, എന്താണോ എനിക്ക് അതേപോലെ പ്രിന്റ് ചെയ്യേണ്ടത് അതിനെല്ലാം കോഡ്സിൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നതിന് എന്താണ് കോഡ്സ് ഇല്ലാതെ കൊടുക്കും. ഐദർ നമുക്ക് കോമ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്ലസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ പ്രിന്റിൻ്റെ സിൻടാക്സിനെ പറ്റി നോക്കാം. പ്രിന്റിൻ്റെ സിൻടാക്സ് ഈ കൺസോൾ വഴി കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെൽപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് കീവേഡ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഷിഫ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ എന്താ വരിക, പ്രിന്റിൻ്റെ സിൻടാക്സ് ആയിരിക്കും വരുന്നത്. ഈ ഒരു ഹൈലൈറ്റഡ് പോർഷനിൽ വരുന്നതാണ് പ്രിന്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. പ്രിന്റ് വാല്യൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്താണ് അത് യൂസ് ചെയ്തു. എന്തൊക്കെയാണോ വാല്യൂ പ്രിന്റ് ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് എന്താണ് വാല്യൂ ഫീൽഡിലായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് സെപ്പറേറ്റർ ഈക്വൽ ടു എന്താണ് സ്പേസ്. സ്റ്റെപ്പ് ഈക്വൽ ടു സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്താലും അതിനെ എന്ത് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ബൈ ഡിഫോൾട്ട് സ്പേസ് വെച്ചിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻഡ് ഈക്വൽ ടു സ്ലാഷ്, നമ്മളൊരു
വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിൽ പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് നെക്സ്റ്റ് ലൈൻ ന്യൂ ലൈനിലോട്ട് പോയിട്ടാണ് അടുത്തത് പ്രിന്റ് ചെയ്യണം. ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും എൻഡ് ചെയ്യുന്നത് ന്യൂ ലൈൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. തൽക്കാലത്തേക്ക് ഫയലും ഫ്ലഷും ഇപ്പോഴേ നോക്കണ്ട. ഫയൽ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഫയൽ ഒബ്ജക്റ്റിനെ sys.std ഔട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനും ഫ്ലഷ് ഈക്വൽ ടു ഫോൾസ് എന്ന് പറയുന്നത് അതിന്റെ സ്ട്രീമിനെ ഫോഴ്സ്ഫുള്ളി ഫ്ലഷ് ചെയ്യാനുമായിട്ടാണ്. തൽക്കാലം ഇത് രണ്ടും നോക്കണ്ട. നമുക്കിപ്പോൾ എന്താണ് വാല്യൂ ഉണ്ട്. ബൈ ഡിഫോൾട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ് സ്പേസ് വെച്ചിട്ട്. ബൈ ഡിഫോൾട്ട് ആ ലൈൻ എൻഡ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നതിന് മുന്നേ എന്തായിരിക്കും ന്യൂ ലൈനിലോട്ടായിരിക്കും പോകാനായിട്ടാണ് പറയുന്നത്. ഇതാണ് പ്രിന്റിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പ്രിന്റ് എക്സാമ്പിൾസിന് എടുത്തോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് കോഡ്സിനകത്ത് ഹലോ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ് ഹലോ എന്ന് തന്നെ പ്രിന്റ് ചെയ്യും. രണ്ടാമത്തെ കോഡ്സിൽ ഞാൻ എന്താ പറഞ്ഞിരുന്നത് ഹലോ വേൾഡ്. ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ഡിഫോൾട്ട് ബൈ ഡിഫോൾട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ് സ്പേസ് വെച്ചിട്ട്. സോ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയായിരിക്കും ഹലോ സ്പേസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതുപോലെ തന്നെ 5,5 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സെപ്പറേറ്റ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടായിരിക്കും സ്പേസ് വെച്ചിട്ടായിരിക്കും. പ്രിന്റ് ABC*3. ഈ സ്റ്റാർ എന്ന് പറയുന്ന റെപ്പറ്റീഷനെയാണ് മീൻ ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്യാൻ പറയാണ്. ABC എന്നുള്ള വേർഡ് നമുക്ക് എന്താണ് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണിക്കാനായിട്ടാണ് ഈ പ്രിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രിന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രിന്റിന്റെ ഔട്ട്പുട്ടും എങ്ങനെയാണ് ന്യൂ ലൈനിലോട്ടാണ് വന്നത്. കാര്യം എന്താണ് ബൈ ഡിഫോൾട്ട് എൻഡ് ചെയ്യുന്നത് /n വെച്ചിട്ടാണ്. ഇനി നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാവുന്നതാണ് ഈ പ്രിന്റ് 2,3, 4, 5 എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നത് ബൈ ഡിഫോൾട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ് സ്പേസ് വെച്ചിട്ട്. സോ എങ്ങനെയായിരിക്കും വരുന്നത് 2 സ്പേസ് 3 സ്പേസ് 4 സ്പേസ് 5 എന്നായിരിക്കും. ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും ഡിഫോൾട്ട് ആയിട്ടുള്ള കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സ്പേസ് മാറ്റിയിട്ട് ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു കോമ ഇട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് വന്നു ബൈ ഡിഫോൾട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന എന്താണ് സ്പേസ് വെച്ചിട്ട് അങ്ങനെ വന്നു. രണ്ടാമത് ഞാൻ എന്ത് ചെയ്യുന്നു ഡിഫോൾട്ടിനെ മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കുന്നു കോമ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അവിടെ എന്താ വരുന്നത് ബൈ ഡിഫോൾട്ട് സ്പേസിന് പകരം എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ വെച്ചിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രിന്റ് ഹായും പ്രിന്റ് പ്രോഗ്രാമറും എങ്ങനെയായിരിക്കും വരുന്നത് ഹായ് അടുത്ത എൻഡ് ചെയ്യുമ്പോൾ എന്താണ് ന്യൂ ലൈൻ വരുന്ന പ്രോഗ്രാമർ എന്ന് പറഞ്ഞിട്ട് അടുത്ത ലൈനിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. നമുക്ക് അതിനെ മാറ്റണം. എനിക്ക് എങ്ങനെ വേണ്ടത് ഹായ് സ്പേസ് ഇട്ടിട്ടാണ് പ്രോഗ്രാമർ വരേണ്ടത്. അപ്പോൾ ഞാൻ എന്താ മാറ്റേണ്ടത് എൻഡിന്റെ ഡിഫോൾട്ട് ആണ് മാറ്റേണ്ടത്. എൻഡ് ഡിഫോൾട്ട് /n ആയിരുന്നെങ്കിൽ ഇപ്പോൾ എൻഡ് ഡിഫോൾട്ട് ഞാൻ എന്ത് കൊടുത്തു സ്പേസ് കൊടുത്തു. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹായ് എന്ത് ചെയ്യത്തില്ല ന്യൂ ലൈനിലോട്ട് പോകത്തില്ല. സ്പേസ് കഴിഞ്ഞിട്ട് എന്ത് വരും പ്രോഗ്രാമർ എന്ന് പറഞ്ഞിട്ട് വരും. ശരി, അടുത്തത് നമ്മൾ ഇൻപുട്ടിന്റെ ഫംഗ്ഷന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നു. അത് എപ്പോഴും റീഡ് ചെയ്യുന്ന സ്ട്രിങ് ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇൻറ്റീജർ ആയിട്ടാണ് റീഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ച് ഡിഫിക്കൽട്ടി വരും അല്ലേ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഏജ് എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് വാട്ട് ഈസ് യുവർ ഏജ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഏജിനെ എടുത്ത് വെക്കുന്നു. ഇതിനെ ഞാനൊന്ന് വാട്ട് ഈസ് യുവർ ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ 18 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഏജ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എന്തുണ്ട് 18 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട് അല്ലേ. ഇനി ഞാൻ ഏജിന്റെ കൂടെ 2 കൂടി പ്ലസ് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ അവിടെ എനിക്ക് എന്താ വരുന്നത് ടൈപ്പ് എറർ. കാര്യം അവരെന്താ പറയുന്നത് ക്യാൻ ഓൺലി കൺകാറ്റനേറ്റ് സ്ട്രിങ്. കാരണം എന്താണ് നമ്മളിപ്പോൾ ഒരു ഇൻറ്റീജർ ആയിട്ടല്ല ഏജിനെ എടുത്ത് വെച്ചേക്കുന്നത്, എന്തായിട്ടാണ് സ്ട്രിങ് ആയിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രിങ്ങിനെ എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്ത് ഇൻറ്റിലോട്ട് മാറ്റണം. ഞാനിപ്പോൾ ഇതിൻ്റെ ടൈപ്പും കൂടി കാണിച്ചാണ്. ടൈപ്പ് ഓഫ് ഏത് ഡേറ്റ ടൈപ്പ് അറിയാനായിട്ടും ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത് ടൈപ്പ്. ടൈപ്പ് ഓഫ് ഏജ് എന്ന് പറയുന്നത് എന്താണ് സ്ട്രിങ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഈ ഏജിനെ നമ്മൾ എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം. എന്തിലോട്ട് ഇൻറ്റീജറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻറ്റ്. ഇൻറ്റ് ബ്രാക്കറ്റിനകത്ത് ഞാൻ ഏജ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ അതെന്തായിരിക്കും ഇൻറ്റിലോട്ടായിരിക്കും കൺവേർട്ട് ആവുന്നത്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഏജിനകത്തോട് സേവ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം അത് കൺവേർട്ട് ആയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ടൈപ്പ് നോക്കുന്നു. ഏജിന്റെ ടൈപ്പ് എന്താണെന്ന് നോക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു ഏജിന്റെ ടൈപ്പ് എന്തായിരുന്നു സ്ട്രിങ് ആയിരുന്നു. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഇൻറ്റീജറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ടൈപ്പ് നോക്കാൻ നേരം അവരെന്താ പറയുന്നത് ഇൻറ്റ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ 2 നമ്പേഴ്സിനെ റീഡ് ചെയ്യണം. അതിന്റെ സം എടുക്കുന്ന ഒരു പ്രോഗ്രാം എഴുതണമെന്ന് വെച്ചു. നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുന്നത് ഇൻപുട്ട് പ്രോംപ്റ്റ് മെസ്സേജ് കൊടുക്കുന്നു എൻ്റെ ഫസ്റ്റ് നമ്പർ, രണ്ടാമത്തത് ഇൻപുട്ട് എൻ്റെ സെക്കൻഡ് നമ്പർ. പക്ഷേ ഈ വരുന്ന നമ്പേഴ്സ് ബൈ ഡിഫോൾട്ട് ആയിട്ട് സ്ട്രിങ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും. അതിനെ നമ്മൾ ഇൻറ്റീജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഇൻറ്റ് ഫംഗ്ഷൻ. ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത് ഇൻറ്റ് ഫംഗ്ഷൻ. സോ എയുടെയും ബിയുടെയും ടൈപ്പ് ഇപ്പം എന്തായിരിക്കും ഇൻറ്റീജർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം പ്ലസ് ഓപ്പറേഷൻ ചെയ്തിട്ട് റിസൾട്ടിനെ സിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം എയുടെയും ബിയുടെയും സിയുടെയും ഡേറ്റ ടൈപ്പ് എന്താണ്.
എൻ്റെ ഫസ്റ്റ് നമ്പറിന് ചോദിക്കുന്നു, ഞാൻ 2 എൻ്റർ ചെയ്യുന്നു, സെക്കൻഡ് നമ്പർ 3 എൻ്റർ ചെയ്യുന്നു. റിസൾട്ട് സി എന്ന് പറയുന്ന പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര റിസൾട്ട് വന്നത് 5. ഈ 3 എ ബി സി എന്ന് പറയുന്ന വേരിയബിൾസ് എന്ത് ടൈപ്പിലോട്ടാണ് മാറിയത്? ഇൻറ്റീജർ ടൈപ്പിലോട്ട്. നമുക്ക് മനസ്സിലായി എയും ബിയും നമ്മൾ തന്നെ എന്ത് ചെയ്തതാണ്? കൺവേർട്ട് ചെയ്തതാണ്. പക്ഷേ സിയുടെ ടൈപ്പ് ആരാ ഡിറ്റർമിൻ ചെയ്തത്? വരുന്ന വാല്യൂവിനനുസരിച്ച് പൈത്തൺ ഇന്റർപ്രറ്റർ ആണ് സിയുടെ ഡേറ്റ ടൈപ്പ് ഡിറ്റർമിൻ ചെയ്ത് എന്താക്കി മാറ്റിയത്? ഇൻറ്റീജർ ആക്കി മാറ്റിയത്. ഇനി നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എക്കകത്ത് എന്തായിരിക്കും? 2, നേരത്തെ കൊടുത്ത 2 എൻ്റർ ചെയ്ത് കിടപ്പുണ്ട്. ബിക്കകത്ത് 3, റിസൾട്ട് ഇതിനകത്ത് എന്താണ് കിട്ടിയത്? 5. ഇനി നമുക്കിതിനെ നന്നായിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പോൾ 5 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഇത് സം ചെയ്ത് കിട്ടിയതാണോ എന്നൊന്നും മീനിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സപ്പോസ് എൻ്റെ ഔട്ട്പുട്ട് വരേണ്ടത് 2 + 3 = 5 എന്നാണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? 2ൻ്റെ വാല്യൂ വരണം. സോ അതിനെ കോഡ്സ് ഇല്ലാതെ കൊടുത്തു. പ്ലസ് അതേപോലെ വരണം, കോഡ്സി കൊടുത്തു. 3യുടെ വാല്യൂ വരണം, ബിക്കകത്ത് 3 ഉണ്ട്, ബി അതേപോലെ കൊടുത്തു, കോഡ്സ് ഇല്ലാതെ കൊടുത്തു. ഈക്വൽ ടു അതേപോലെ വരാനായിട്ട് ഞാൻ എന്ത് കൊടുത്തു? കോഡ്സിനകത്ത് കൊടുത്തു. സിയുടെ വാല്യൂ വരാൻ സിന്ന് കൊടുത്തു. ഇതിനെല്ലാം അറ്റാച്ച് ചെയ്യാൻ ഞാൻ എന്ത് കൊടുത്തു? കോമ കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാമല്ലോ. 2 + 3 = 5. ഇത് പക്ഷേ എഴുതിയപ്പോൾ എന്താണ്? കുറച്ച് ഡിഫിക്കൽട്ടി ആണ് അല്ലേ? കുറച്ചൊരു 3-4 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ് പ്രോപ്പറായിട്ട് ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും അതുപോലെ തന്നെ കോമയും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം. സോ ഈ ഡിഫിക്കൽട്ടി അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ഫംഗ്ഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഫോർമാറ്റ് ഫംഗ്ഷൻ. ഈ ഫോർമാറ്റ് ഫംഗ്ഷനകത്ത് നമ്മളിപ്പം എന്ത് ഫോർമാറ്റിലാണ് വരേണ്ടത്? എനിക്ക് വരേണ്ടത് എങ്ങനെയാണ്? 2 + 3 = 5. ഇതിനകത്ത് വാല്യൂ വരേണ്ട പോർഷൻസിലെല്ലാം പ്ലേസ് ഹോൾഡേഴ്സ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്ലേസ് ഹോൾഡേഴ്സ് നമുക്ക് കേളി ബ്രാക്കറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ 2 + 3 = 5. ഈ വാല്യൂ വരേണ്ട 3 അടുത്ത് ഞാൻ എന്ത് ചെയ്തു? പ്ലേസ് ഹോൾഡർ വെച്ചിട്ട് ഡോട്ട് ഫോർമാറ്റ് a, b, c എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിനകത്ത് ഫസ്റ്റ് ബ്രാക്കറ്റിനകത്തോട്ട് എ പോവും, സെക്കൻഡ് ബ്രാക്കറ്റിനകത്തോട്ട് ബി പോവും, തേർഡ് ബ്രാക്കറ്റിനകത്തോട്ട് സി പോവും. ഇനി എനിക്ക് ഇതിനൊരു പ്രോപ്പർ ഓർഡർ വേണം. ലൈക്ക് എയുടെ പൊസിഷൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ അറയൊക്കെ പോലെ എയുടെ പൊസിഷൻ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. ബിയുടേത് 1, സിയുടേത് 2. നമുക്കിപ്പോൾ ഇതൊന്ന് ഇപ്പോൾ ഞാൻ പൊസിഷൻ ഒന്നും കൊടുത്തില്ല, വെറുതെ എന്താണ് ഡിഫോൾട്ട് പ്ലേസ് ഹോൾഡേഴ്സ് മാത്രം കൊടുക്കുകയാണെങ്കിൽ എന്താ വരുന്നത്? 2 + 3 = 5. ഞാൻ പൊസിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ ആയിരിക്കും വരുന്നത്? ഫസ്റ്റ് 0, എ എവിടെ കിടക്കുന്നത്? 0. സോ 2 + 3 = 5 എന്നാണ്. എനിക്കിപ്പോൾ എന്താണ് തിരിച്ച് 3 ആദ്യം വരണം. അപ്പം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എൻ്റെ പൊസിഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ബിയുടെ പൊസിഷൻ എവിടെ കിടക്കുന്നത്? 1. എയുടെ പൊസിഷൻ എവിടെയാണ്? 0. റിസൾട്ട് ചെയ്തിരിക്കുന്നത് 2-നാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? ബി ആയിരിക്കും ആദ്യം പ്രിന്റ് ആവുന്നത്. 3 + 2 = 5 എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എനിക്കൊരു 3-4 വേരിയബിൾസ് ഉണ്ടെങ്കിൽ എനിക്ക് പൊസിഷൻ എണ്ണി അത് കറക്റ്റ് ആക്കി കൊടുക്കുന്നത് എന്തായിരിക്കും? കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നെയിംഡ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. എയുടെ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് വെച്ചിട്ട്, ബിയുടെ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്ന സെക്കൻഡ് വേരിയബിൾ വെച്ചിട്ട്, സിയുടെ വാല്യൂ റിസൾട്ട് വെച്ചിട്ട്. എന്നിട്ട് ഈ നെയിമിനെ ആയിരിക്കും ഞാൻ എന്ത് പറയുന്നത്? ഈ പ്ലേസ് ഹോൾഡറിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എങ്ങനെയായിരിക്കും? ഫസ്റ്റിനകത്ത് എയുടെ വാല്യൂ 2, സെക്കൻഡിനകത്ത് ബിയുടെ വാല്യൂ 3, റിസൾട്ടിനകത്ത് എന്താണ്? സിയുടെ വാല്യൂ 5. കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ഫോർമാറ്റഡ് സ്ട്രിങ് ആയിട്ടും ഡയറക്റ്റ് വാല്യൂ കൊടുക്കാൻ പറ്റും. പ്രിന്റ് എഫ് ആ സ്ട്രിങ്ങിനകത്ത് ആ കോഡ്സിനകത്ത് ഞാൻ എന്താണ് പ്ലേസ് ഹോൾഡേഴ്സിനകത്ത് ഡയറക്റ്റ് എൻ്റെ വേരിയബിളിൻ്റെ നെയിം പറഞ്ഞു കൊടുത്താലും എന്താണ് സെയിം രീതിയിലായിരിക്കും എനിക്ക് എന്ത് വരുന്നത്? ഔട്ട്പുട്ട് വരുന്നത്. സോ ഇത് ഇത്രയാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷനെ പറ്റി പറയാനുള്ളത്. മെയിനായിട്ട് ഇതിനകത്ത് കേൾക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മുടെ യൂസറുടെ അടുത്ത് നിന്ന് റീഡ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രിന്റ്. അതിൽ തന്നെ മീനിങ് ഫുൾ ആയിട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോർമാറ്റ് ഫംഗ്ഷൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ എല്ലാത്തിനും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഓൾ.